വീണ്ടും ഇങ്ങനെ നാടൻ ഭക്ഷണങ്ങൾ, കോഴിക്കോടത്തെ നാടൻ ഭക്ഷണങ്ങളൊക്കെ തേടി ഇറങ്ങുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എലഞ്ഞിപ്പാലം ജംഗ്ഷനാണത്. കോഴിക്കോട് എലഞ്ഞിപ്പാലം ജംഗ്ഷൻ. എലഞ്ഞിപ്പാലം ജംഗ്ഷൻ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വയനാട്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണൂർ. കണ്ണൂർ എന്ന് പറയുമ്പോൾ ഇത് കാരാപ്പറമ്പ് റോഡാണ്. കാരാപ്പറമ്പ് റോഡിലോട്ട് തിരിഞ്ഞ് കുറച്ചെത്തുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്ന കട, കറി ഹൗസ്. ഇതേ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഇതാണ് കറി ഹൗസ്. ഇവിടെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കറികളുടെ കുറേ വെറൈറ്റീസ്, അത് തന്നെയാണ് ഇവരുടെ മെയിൻ പ്രത്യേകത. നമുക്കെന്തായാലും ഉള്ളിൽ കയറാം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. വിറകടുപ്പിൽ തയ്യാറാക്കുന്ന ദം ബിരിയാണി, ഒപ്പം നമ്മുടെ നാടൻ രുചികളും. സാർ ഇവിടെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്ക കടകളിലും വിറകടുപ്പ് തന്നെയാണ്. കാരണം ദം അടിയിലും പൊക്കത്തും ചൂട് അതിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ദം വെക്കുന്നത്. ഇപ്പം എന്തായാലും വിറകടുപ്പിലും വെക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഉള്ളിൽ കയറിയിട്ട് ബാക്കി ഇവിടുത്തെ ദം എങ്ങനെയാണ്, ബാക്കി കറികൾ എങ്ങനെയാണ്, കറികളുടെ ടേസ്റ്റ് എങ്ങനെയാണ് എല്ലാം അറിയാം. ഹലോ, നമസ്കാരം. ഇതാണ് ഷിനോയ് ചേട്ടൻ്റെ നമ്മുടെ കറി ഹൗസ്. നമ്മൾ എത്ര നാളായി ഇത് കറി ഹൗസ് തുടങ്ങിയിട്ട്? കറി ഹൗസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 7 വർഷത്തോളമായി. 7 വർഷത്തോളമായി. പിന്നെ ഇപ്പം നമ്മൾ കുറച്ചൊരു പുതിയ ഒരു ഇതിലേക്ക് വന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഡിസംബറിലാണ്. എന്താണ് ഇങ്ങനെ കറികളുടെ വെറൈറ്റീസ് കൊണ്ടൊന്ന് കുറേ കറികൾ മെയിനായിട്ടുള്ള രീതിയിൽ തുടങ്ങിയത്? നമ്മൾ തനി നാടൻ ഡിഷുകളാണ് നമ്മുടെ അടുത്ത് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കറി തന്നെ പേരിടാൻ കറി ഹൗസ്. അതെ, കറികളുടെ വെറൈറ്റികൾ ഒരുപാടുണ്ട്. കൂടാതെ ഡ്രൈകളുണ്ട്, ബിരിയാണി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഒരുവിധം എടുത്ത് വെച്ചിട്ടുണ്ട് മസാല ഡ്രൈ ചിക്കൻ. ഇത് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നന്നായി മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. തനി നാടൻ സ്റ്റൈല്. ചിക്കൻ 65 എന്നൊക്കെ പല ഹോട്ടലിലും പേരിട്ട് വിളിക്കുന്ന അതിൻ്റെ ഒരു വേറൊരു അതെ നമ്മുടെ ഓൺ സ്റ്റൈലാണ്. ഡിഫറെന്റ് ഫ്ലേവറാണ്. തുറന്നപ്പോൾ തന്നെ ഉള്ളി വറുത്തിട്ടതിൻ്റെ ആ മണം, കുറച്ച് മസാല എല്ലാം കൂടി മിക്സ് ആയ കുറ്റിമുല്ല പോത്തുകറി. എന്താ കുറ്റിമുല്ല പോത്തുകറി? കുറ്റിമുല്ല പറഞ്ഞാൽ ആക്ച്വലി കോട്ടയം അവിടെ ഉള്ളൊരു ഷാപ്പിൻ്റെ പേരാണ് കുറ്റിമുല്ല. അവിടെ ഉണ്ടായിരുന്നൊരു കുക്കിൻ്റെ റെസിപ്പി ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്തതാണ്. അതിൽ കുറച്ച് നമ്മുടെ ടച്ചും കൂടി ചെയ്തിട്ട് അതാണ് പോത്തുകറി. അതെ. പിന്നെ ചമ്പക്കുളം താറാവിൻ്റെ തനി നാടൻ കറിയാണ്. അല്ല, ഇതെല്ലാത്തിനും ഓരോരോ പേരുകളാണ്, എല്ലാം വെറൈറ്റി. അതെ അതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ മുളകിട്ടത് കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേക സ്പെഷ്യൽ ഡിഷാണ്. കോഴിക്കോടിൻ്റെ സ്റ്റീം ശരിക്കും വന്നിങ്ങനെ പക്ഷേ ഇതും പൊറോട്ടയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇത് എങ്ങും കൊണ്ടുപോയി സാധാരണ കടലപ്പോൾ ഉള്ളിൽ പോയി ഒളിച്ച് വെച്ചേക്കൊന്നുമല്ല. ആൾക്കാർക്ക് ഇവിടെ വന്ന് നോക്കി തുറന്ന് നോക്കി ഇഷ്ടപ്പെട്ട ചൂസ് ചെയ്ത് കഴിക്കാം, അങ്ങോട്ട് വിളിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ വാങ്ങിക്കുകയും പാഴ്സൽ വാങ്ങിക്കുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ മലബാർ ചിക്കൻ കറി. അതിൻ്റെ തുറക്കുമ്പോൾ തന്നെ വറുത്തരച്ചതിൻ്റെ അല്ലേ, വറുത്തരച്ച മണവും കിട്ടുന്നുണ്ട്. ആ കളർ നോക്കിയേ, ഇതൊക്കെയാണ് വേണ്ടത് ശരിക്കും. ആ എണ്ണയിലിട്ട് ഇതിൻ്റെ സ്മെല്ല് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിതിൻ്റെ ടൈമിങ് എപ്പോഴാണ്? നമ്മുടെ റെസ്റ്റോറൻറ്റ് 11 മണിക്ക് തുറക്കും, ഉച്ചയ്ക്ക് രാത്രി 10:30 വരെ ഓപ്പൺ ആയില്ല. നമുക്ക് വേണ്ടി തുറന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നേരത്തെ തുറന്നതാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സ് തുറന്ന് കണ്ടിട്ട് ഇപ്പോൾ കയറിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ പറയാം ഓപ്പൺ ആയിട്ടില്ല എന്ന്. ഇപ്പോൾ 9 മണി കറക്റ്റ് ഞാനത് ആലോചിക്കണം. അപ്പം എന്താ ആൾക്കാരില്ലാത്ത, ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. സോറി കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിന് താങ്ക് യു. നേരത്തെ നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്തതാണ്, കാരണം നമ്മളിങ്ങനെ വന്ന് ഷൂട്ട് ചെയ്യല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത് ശരിക്കും ആരുടെ കൺസെപ്റ്റാണ് നമ്മുടെ കറി കോൺസെപ്റ്റ്? ശരിക്കും ഞങ്ങൾ 2-3 പാർട്ട്നേഴ്സാണ്. ഞങ്ങൾ അതിലുള്ള ഒരു 1-2 പേര് ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള. അപ്പോൾ നമ്മളൊരു ഡ്രീമാണ് ഒരു റെസ്റ്റോറൻറ്റ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ നാടൻ ഫുഡിന് എല്ലായിടത്തും എപ്പോഴും മാർക്കറ്റുള്ള സംഭവമാണ്. തീർച്ചയായിട്ടും എപ്പോഴും എല്ലാവരും അന്വേഷിച്ചും നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിലായാലും ലിവിങ് സ്റ്റൈലായാലും എന്തിലായാലും നമ്മൾ പുറകോട്ട്. ഈവൻ തോ നമ്മുടെ വീടിലും ബിൽഡിങ്ങിൽ പോലും നമ്മൾ അതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. എപ്പോഴും ആ ഒരു പൗരാണികത്വം എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും നല്ലൊരു കാര്യം തന്നെയാണത്. നമുക്ക് എന്തായാലും നാടൻ ഫുഡിന് നന്നായിട്ട് ആളുകൾ വരുന്നുണ്ട്. ഓരോ ഡിഷുകളും സ്പെഷ്യാലിറ്റികൾ അന്വേഷിച്ച് മൗത്ത് പബ്ലിസിറ്റി തന്നെ നല്ല കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് തുറന്നപ്പോഴും ഫീൽ ചെയ്തു, ഇനി കഴിച്ച് ഫീലും കൂടി ചെയ്യണം. നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് കഴിക്കുന്ന സ്ഥലം ഉള്ളിൽ കയറി കാണാം. ശരിക്കും നല്ല സ്ഥലം ഉണ്ട് കേട്ടോ ഉള്ളിൽ. കണ്ടപ്പോൾ കുട്ടി കടയെന്ന് വിചാരിച്ചു, പക്ഷെ നല്ല സ്പേസ് ആണ്. AC ആളുകളാരും ഇല്ലാത്തത് നമ്മൾ തുറന്നിട്ടില്ല റെസ്റ്റോറൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് വേണ്ടിയാണിത് തുറന്ന് നേരത്തെ.
എന്തായാലും ഇത് നമ്മുടെ മെനു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കോഴി പൊരിച്ചത് അത് കേട്ടിട്ടുണ്ട്, ചിക്കൻ തട്ടുകട കേട്ടിട്ടില്ല, മസാല ഡ്രൈഡ് ചിക്കൻ അതിപ്പോൾ കണ്ടത്, പെപ്പർ ചിക്കൻ അതും കേട്ടിട്ടുണ്ട്, മലബാർ ബീഫ് ചില്ലി അത് ഇവിടുത്തെ മലബാറിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ബീഫ് ചില്ലി, വേറെ എവിടെയും കിട്ടില്ല, അത് മലബാറിൻ്റെ ഒരു സ്റ്റൈലാണ് ഇവിടുത്തെ രീതിയിൽ വെക്കുന്നത്. അതെ 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 ഓക്കെ. പിന്നെ കുറ്റിച്ചിറ ബീഫ് കുറുമ, അതെ അതെ, അമ്മച്ചി ഫിഷ് ഫ്രൈ, കടുക്ക ഉലർത്തിയത്. കടുക്ക നമ്മുടെ ഇതല്ലേ, നമ്മുടെ എന്താ പറയാ കക്കയുടെ വലുത്, എൻ്റെ പേരെന്നാ പേര്, കലുമക്കായി. കലുമക്കായി അത് ശരിക്കും നമ്മള് എന്താ പറയുക ഈ സൈഡിലോട്ട് കൂടുതലുണ്ട്. ഒരുപാട് വെറൈറ്റികളുണ്ട് അതിൽ തന്നെ. കടുക്കയിൽ ഉലർത്ത്, റോസ്റ്റ്, അരിക്കടുക്ക, പല പല കേട്ടിട്ടുണ്ട്, പക്ഷെ കഴിക്കണം. പിന്നെ കൂന്തൽ റോസ്റ്റ്, ചമ്പക്കുളം താറാവ് കറി. ഇതൊക്കെ എന്ത് ചമ്പക്കുളം താറാവ് കറി ഇങ്ങനെ അവിടെ ഒരു സ്ഥലമാണ് കോട്ടയത്തിലെ ചമ്പക്കുളം, അവിടുത്തെ രീതിയിൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന് തനി നാടിന്റെ നമ്മളൊരു കൂടുതലായിട്ട് മനസ്സിലാക്കി പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തൊരു നല്ല നാടൻ രീതികൾ എവിടെ ഉണ്ടോ അതെല്ലാം കൊണ്ടുവന്ന് നമ്മൾ. പിന്നെ അങ്ങനെ ഒരുപാട്, അതാണ് ലാസ്റ്റ് എഴുതി വെച്ചത്, ഒരുപാട് കുത്ത് കുത്ത് കുത്ത്. ആ കുത്തിലുണ്ട്, ബാക്കിയല്ല ഞാൻ ഇതിൽ എഴുതാത്ത ഡിഷുകൾ ഒരുപാടുണ്ട്, അതിലാണ് അർത്ഥം വെക്കുന്നുണ്ട്. ഞാൻ കയറി വന്നപ്പോൾ നമ്മുടെ ഇവിടെ ബോർഡ് ഞാൻ വായിച്ചായിരുന്നു, നല്ല വിറകിൽ ഉണ്ടാക്കുന്ന ദം ബിരിയാണി. സത്യത്തിൽ ഇവിടെ വന്നിട്ടാണ് ഞാൻ ശരിക്കും ഇത്ര വലിയ അടുപ്പൊക്കെയാണ്, തീർച്ചയായിട്ടും വലിയ അടുപ്പിൽ മാത്രം ബിരിയാണി മൊത്തം അടുപ്പിലാണ്, അല്ലാണ്ട് ഭൂരിഭാഗം സംഭവങ്ങളും അടുപ്പിലാണ്. അത് എന്തുകൊണ്ടാണ് ശരിക്കും അടുപ്പിൽ വെക്കാൻ കാര്യം? ഇവിടെ എല്ലായിടത്തും ഇത് തന്നെ കിട്ടും. ബിരിയാണി എന്ന് പറഞ്ഞൊരു പ്രിപ്പറേഷൻ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത് ദമ്മിലാണ്. അപ്പോൾ ഈ ദം എന്ന് പറഞ്ഞ പ്രിപ്പറേഷൻ ആ ഒരു സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിറക് ചെയ്യുന്നത്. നമ്മൾ അടിയിൽ കനൽ കത്തിക്കും, താഴത്തും മുകളിലും അതേപോലെ മൈദയൊക്കെ ഒട്ടിച്ചിട്ട് മുകളിലും ചെയ്യും. അപ്പം ആ ദമ്മിലാണ് ഈ ചിക്കൻ ശരിക്കും വേവുന്നത്. ഫുള്ള് വെന്ത് കിട്ടുന്ന ആ ഒരു ചിക്കൻ്റെ മസാല, അതിൻ്റെ ടേസ്റ്റും മസാലയുടെ ടേസ്റ്റും ഒക്കെ റൈസിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടും. കഴിക്കുമ്പോൾ അതിൻ്റെ എനർജി കിട്ടും. അതാണ് ആ ഒരു ചെയ്യുന്നത്. അപ്പോൾ പൊക്കത്ത് ദമ്മ് വെച്ചിട്ട് എന്താ പറയുക, ദമ്മ് പറയുമ്പോൾ തന്നെ അടിയിലും കനല് പൊക്കത്തും കനല്, പിന്നെ മറ്റേ മൈദ വെച്ച് ഒട്ടിച്ചിട്ട് ഒക്കെയാണ് സംഭവം. അതാണ് മെയിനായിട്ട് നമ്മൾ എന്താ വിറകിൽ വെക്കാൻ കാര്യം. ഇപ്പോൾ ഇവിടെ അടുക്കള എവിടെയൊക്കെയാണ്? അടുക്കള നമുക്ക് അകത്തേക്ക് പോകാം, അകത്തുണ്ട്, ഇവിടെ ഒന്ന് ലൈവ് കിച്ചൺ ലൈവ് കിച്ചൺ ഫ്രണ്ടിലുണ്ട്, അകത്തുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോണ എവിടെയാ? ഇപ്പൊ നമ്മൾ ലൈവ് കിച്ചൺ ഫ്രണ്ടിൽ ഓപ്പൺ സ്പേസിൽ തന്നെ ചെയ്യാല്ലേ. എന്നാൽ നമുക്ക് അവിടെ പോയി നമ്മുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം.